അങ്ങനെ മക്കളെ ഞങ്ങള് ആസ്പത്രി പോയിട്ട് കാലിലുള്ള പ്ലാസ്റ്ററൊക്കെ അങ്ങ് വെട്ടിയെടുത്തിട്ടോ. ഇപ്പതാ ഇതാണ് എൻ്റെ ഒരു കാല് നടക്കാൻ. പതുക്കെ നടക്കാൻ പറ്റും, അല്ലാതെ സ്പീഡിൽ നടക്കാനൊന്നും പറ്റില്ല. ഈ എണ്ണി എണ്ണി ഉറുമ്പ് പോകുന്നത് പോലെ അങ്ങനെ പോകാൻ തുടങ്ങി. എന്നാലും കാല് നല്ല വേദന ഉണ്ട് കേട്ടോ. കണ്ട, ഇതാണ് ഇപ്പോൾ ഉള്ള സുരക്ഷിത. പിന്നെ ഞങ്ങൾ 3-4 വട്ടം ആസ്പത്രിക്ക് പോയി, എക്സ്റേ എടുക്കാനൊക്കെ പോയി, പിന്നെ വേദനയാക്കി പോയി, അങ്ങനെയൊക്കെ പോയി. അപ്പോഴൊക്കെ അവിടുത്തെ ജീവനക്കാരൊക്കെ ഉണ്ടല്ലോ, നല്ല രീതിയിൽ പെരുമാറുകയും ഇടപഴകുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ ലാസ്റ്റ് പോകുമ്പോൾ കുറേ ജീവനക്കാർ, പക്ഷെ അവരെ പേരൊന്നും എനിക്കറിയില്ല. അവരൊക്കെ ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലുമായിട്ട് നല്ല സന്തോഷമായിരുന്നു. അതേപോലെ പോകുമ്പോഴൊക്കെ കുറേ ആൾക്കാരുണ്ടാവും നമ്മളെ നിങ്ങളുടെ ഫാനാണ് ഞങ്ങൾ പറഞ്ഞിട്ട്, നിങ്ങളുടെ വീഡിയോ എല്ലാവരും ഞങ്ങളൊക്കെ കാണും പറഞ്ഞിട്ട്. അത് ആസ്പത്രിയിൽ കാണാൻ വരുന്നവരാണ്, ഡോക്ടറെ കാണാൻ വരുന്നവരൊക്കെ. അങ്ങനെ കുറേ ആൾക്കാരെല്ലാം ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഈ ജീവനക്കാരിലെയും പരിചയപ്പെട്ടിട്ടുണ്ട്. മക്കളെ, ഞാൻ വീണ സമയം എനിക്ക് അങ്ങനെ വേദന ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കോഴിക്ക് വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്ത്. എന്നിട്ട് കുറേ നേരം കഴിയെ ഇങ്ങനെ വേദന. അപ്പം ഞാൻ എൻ്റെ മോനോട് പറഞ്ഞ്, ഞാനൊന്ന് വീണ്, കാല് പൊട്ടിയിട്ടൊന്നുമില്ല, ഒത്തിരി ഓയിൽമെൻറ്റ് പുരട്ടി കാട്ടുന്നു. അവനിച്ചിരി ഓയിൽമെൻ്റൊക്കെ തേച്ച് തന്ന് കുറച്ചപ്പുറത്ത് പോയപ്പോൾ ഇക്ക് വേദന എങ്ങനെ, അതിൻ്റെ തരിപ്പായിരുന്നു. തരിപ്പ് വിടും തോറും വേദന എങ്ങനെ കൂടിക്കൊണ്ട് വന്നു. എന്നിട്ട് വേഗം ഇവൻ എന്നെ തൂക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് എക്സ്റേ എടുത്ത് നോക്കുമ്പോഴാണ് ഡോക്ടർ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് എല്ല് പൊട്ടിയിട്ടുണ്ട് പറഞ്ഞ്. ഞാൻ പോയത് നടന്നാ, വന്നത് ഇതാ കാലും ഒരു വലിയ സാധനം കെട്ടിയിട്ടാണ് വന്നത്. അങ്ങനെ വന്ന് ഇപ്പം ഇതഴിച്ചതിന് ശേഷം അന്നില്ലാത്ത വേദന ഇപ്പം ഉണ്ട്. നടക്കുമ്പോഴൊക്കെ കാലുമ്മ നീരും വരുന്നുണ്ട്, നല്ല വേദനയൊക്കെ ഉണ്ട്. പതുക്കെ നടന്ന് വരുമ്പോഴാണ് ഈ വേദന കുറേച്ചങ്ങനെ മാറി വരും. ഇപ്പം ഞാൻ കമ്പ് കുത്തി ഊണ് കുത്തിയിട്ടാണ് നടക്കുന്നത്. വടി ഇതാണ് ഇപ്പം ഞാൻ കുത്തി നടക്കണ ഒരു വടി. ഇതൊരു വെറൈറ്റി വടിയാണ് കേട്ടോ. നിങ്ങൾക്കൊന്നും ഇത് കിട്ടുണ്ടാവില്ല ഈ വടി. അപ്പം ഇപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ അങ്ങനെ നടക്കും. പക്ഷെ മുറ്റത്തിറങ്ങാനൊന്നും ആയിട്ടില്ല കേട്ടോ മക്കളെ. മുറ്റത്തിറങ്ങിയാൽ കുണ്ടും കുഴിയും പെട്ട് വീഴുമോന്ന് ഇനിയും പേടിയാ. ഇപ്പം ഭയങ്കര പേടിയാ, ഞാൻ വീഴുമോ, ഇനി ഇതുപോലെ ആകുമോ എന്നൊക്കെ. ഇത്രയും ദിവസം, ഈ 45 ദിവസം ഞാൻ മൊത്തത്തിൽ കിടക്കുക ചെയ്തത്. അപ്പോഴൊക്കെ എനിക്ക് കറക്റ്റ് ടൈമിന് മരുന്നും ചോറും ഭക്ഷണവും ഒക്കെ തിന്നാൻ കിട്ടിയിട്ടാ. മോന് ഒരു വശത്തിൽ കൊണ്ടുവന്ന് തരും, എൻ്റെ മോള് ഒരു ഭാഗത്തിൽ കൂടി കൊണ്ടുവന്ന് തരും. പക്ഷെ ഇനി നമ്മൾ നടക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, എപ്പോഴാ ഭക്ഷണം കഴിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ മക്കളെ, ഒരു കാര്യം പറയാനുള്ളതുണ്ടല്ലോ, നമുക്ക് വയ്യാന്ന് നമ്മൾ ആസ്പത്രിയിൽ പോവും. ആ ആസ്പത്രിയിൽ പോയി ഇരിക്കുമ്പോഴുണ്ടല്ലോ, ഓരോരുത്തർ വരുന്നതും പോണതും കണ്ടാൽ നമുക്ക് ഒന്നുമല്ല എന്ന് തോന്നും. നമ്മൾ വിചാരിക്കും, പടച്ചോനെ ഇതൊക്കെ എന്താ ഉള്ളതെന്ന്. അവിടെ നോക്കുമ്പോൾ കൈയും കാലും ഒടിഞ്ഞിട്ടും വീണിട്ടും ഓരോരുത്തർ വരുന്നത് കാണാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനായിരിക്കും അപ്പോൾ. ഞാൻ ആസ്പത്രിയിൽ പ്ലാസ്റ്റർ വെട്ടാൻ പോകുമ്പോൾ എൻ്റെ മോന് ഓട്ടോറിക്ഷ വിളിച്ചു തന്നു. അപ്പം ഞാൻ മോനോട് പറഞ്ഞ്, ഇനി നമുക്കൊരു കാര്യം ചെയ്യും, ഇനി ബൈക്കുമ്മ വാ, ഇത് വെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ബൈക്കുമ്മ വരാം. എനിക്ക് ബൈക്കുമ്മ യാത്ര ചെയ്യണത് നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞു. അപ്പം അവൻ വേണ്ട പറഞ്ഞു. ഞാൻ പറഞ്ഞു, മതി, ഓട്ടോറിക്ഷയിൽ നമുക്കിപ്പോൾ പോയിട്ട് വരുമ്പോൾ ബൈക്കുമ്മ വരാ പറഞ്ഞിട്ട്. അപ്പം അവന് ബൈക്കും കൊണ്ടുവന്നിട്ട് ഇത് പ്ലാസ്റ്ററൊക്കെ വെട്ടി പുറത്ത് വന്നിരുന്നിട്ട് ഇവൻ ബൈക്കിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി എണ്ണിക്കുമ്പോൾ, എൻ്റെ മക്കളെ, ആ പ്ലാസ്റ്റർ ഇടുമ്പോൾ പിന്നെയും കാല് ഒന്ന് പതുക്കെ നിലത്ത് വെക്കാൻ പറ്റിയിരുന്നു. അത് വെട്ടിയതിന് ശേഷം കാല് നിലത്ത് വെക്കാനേ പറ്റണില്ല. അപ്പം എങ്ങനെ വണ്ടി ഇരിക്കണവരുടെ പോവുക? ഇവൻ കുറേ ചീത്ത പറയുകയും ചെയ്ത്, കുറേ എന്നെ പൊന്തിച്ചു വെക്കുകയും ചെയ്തു എവിടെ. എന്നിട്ട് വീണ്ടും ബൈക്കിൽ തിരിച്ചു വന്ന് ഞാൻ വേറെ ഓട്ടോറിക്ഷയിൽ വന്ന്. അതാണ് അന്നുണ്ടായത് കേട്ടോ മക്കളെ. ഇത്രയും ദിവസം കിടന്നിട്ട് എൻ്റെ കോഴികളെയും കുട്ടികളെയും ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ ഇന്ന് പതുക്കെ വടി കുത്തി പോയി എൻ്റെ കോഴിയുടെ മക്കളെയും കോഴികളെയും ഒന്ന് കണ്ട്. കുഴപ്പമൊന്നുമില്ല, എൻ്റെ കുട്ടികൾ നന്നായിട്ട് നോക്കി. പക്ഷെ അതിൻ്റെ ഇടയിൽ 5-6 കോഴി കുട്ടികൾ ചത്തുപോയി കേട്ടോ. അതിനിപ്പോൾ ചിലപ്പോൾ ഞാൻ നോക്കിയാലും ചാവുമായിരിക്കും, അവർ നോക്കിയാലും ചാവും. അങ്ങനെ എങ്ങനെ ചത്തുന്നൊന്നും അറിയില്ല, ചൂട് കൂടുതലല്ലേ. എന്നാലും നമ്മൾ നോക്കണ പോലെ നമ്മുടെ മക്കൾ നോക്കൂലല്ലോ, എന്നാലും അവർ നോക്കിയിട്ടോ.
ഇക്കതിൽ നല്ല സന്തോഷമുണ്ട്. അതേപോലെ ഞങ്ങൾ ആസ്പത്രിയിൽ പോയിട്ട് വേഗം വരും. അതെന്താന്ന് ചോദിച്ചാൽ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു മോള് ആസ്പത്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവളെ വിളിച്ച് പറഞ്ഞാൽ അവൾ ടോക്കനൊക്കെ റെഡിയാക്കി വെക്കും. അപ്പം ഞങ്ങൾ ഇന്ന ടൈമിൽ വന്നാൽ മതി എന്ന് അവൾ പറയും. ആ ടൈമിൽ ഞങ്ങൾ പോവും. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ മറ്റുള്ളവരോട് ടോക്കൻ എത്രയോ ചോദിക്കുമ്പോൾ പറയും 28, 30, 35. ആ ടോക്കൺ വരെ നമ്മൾ കാത്തിരിക്കണമെങ്കിൽ വൈകുന്നേരം വരെ ആവും വരാൻ. അപ്പോൾ ആ മോൾ അവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല വേഗം പോവും വരവൊക്കെ കഴിഞ്ഞു, വേഗം പോയിട്ട് വരും. അപ്പം മക്കളെ, നമ്മുടെ കാലിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പുറത്ത് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞാൽ പുറത്ത് പതുക്കെ ഇറങ്ങി നോക്കും. നമുക്കിനി വീഡിയോ കാണണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇനി ഞാൻ പതുക്കെ വീഡിയോ ഇടാൻ തുടങ്ങും. എല്ലാവരും അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ആദ്യം എങ്ങനെ സപ്പോർട്ട് ചെയ്തോ അതേപോലെ സപ്പോർട്ട് ചെയ്യണം. ഇനി കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ലേ പറഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോവരുത് മക്കളെ. അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം, കാണുകയും ചെയ്യണം. എല്ലാവർക്കും ഞാൻ വീണ്ടും പുതിയ പുതിയ വീഡിയോകൾ എല്ലാവർക്കും വിട്ടുതരും.